ഏവർക്കും ദേവതരുവിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഓണമായി. തിരുവോണം കഴിഞ്ഞാൽ തലവര മാറുന്ന നക്ഷത്രക്കാരുണ്ട്. അവരാരൊക്കെയാണെന്ന് നോക്കാം. ഈ നക്ഷത്രക്കാർക്ക് മഹാരാജയോഗം പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്ന സമയമാണ്. അതുപോലെ ഈ നക്ഷത്രക്കാർ അവരുടെ വീടിന് സന്തോഷം കൊണ്ടുവരാനായിട്ട് പോകുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ ഏത് കാര്യമാണോ മനസ്സിൽ വിചാരിച്ച് ഇറങ്ങിയാലും അത് നടത്തി അല്ലെങ്കിൽ അത് സാധിച്ച് എടുക്കാനായിട്ട് ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഞാൻ ഈ പറയുന്ന നക്ഷത്രക്കാർ. അവരുടെ ജീവിതത്തിൽ അംഗീകാരങ്ങളും നേട്ടങ്ങളും പ്രശംസകളും ഒക്കെ വരാൻ പോകുന്നൊരു സമയം കൂടിയാണ്. എന്തിന്, ലോട്ടറി എടുത്താൽ പോലും ചിലപ്പോൾ അടിക്കാനായിട്ട് അവർക്ക് ഏറെ സാധ്യതയുള്ളൊരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണിയും രോഹിണിയും പൂയവും രേവതിയും അനിഴവും പുണർദവും വിശാഖവുമാണ് ഈ നക്ഷത്രക്കാർ. ഇവർക്കാണ് ഇനി വെച്ചടി കയറ്റത്തിൻ്റെ സമയം വരുന്നത്. തിരുവോണത്തിന് ശേഷം അല്ലെങ്കിൽ തിരുവോണം കഴിഞ്ഞാലാണ് ഇവരുടെ തലവര മാറുന്ന ഒരു സമയം. അതായത് മഹാരാജയോഗമാണ് ഇവർക്ക് പടിവാതിൽക്കൽ വന്ന് നിൽക്കുന്നത്. ഇതുവഴി അവർക്ക് ഏത് കാര്യങ്ങളും നേടാനും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ ഉള്ളൊരു നല്ല സമയം കൂടിയാണ്. ഭരണിയും രോഹിണിയും പൂയവും രേവതിയും അനിഴവും പുണർദവും വിശാഖവും ഈ നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ ആൾക്കാർക്കും അവരുടെ സമയം വളരെയധികം ഉത്തമമായിരിക്കേണ്ട ഒരു സമയമാണ്. ഉത്തമമാണ്, ഉറപ്പാണ്.